ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരയ്ക്കൽ ദിനേശന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി. ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട്, എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരോടും സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പിന്നെ രാത്രി 8:30-9 മണിയോടെ അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു 9 മണിയോടെ തന്നെ എല്ലാവരും വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി വരുമായിരുന്നു. അത് അന്വേഷിച്ചു. ശത്രുത വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം, കാരണം നമ്മളത് കണ്ടിട്ടില്ല, കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ അവിടുത്തെ ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അമ്മ എന്ന് പറഞ്ഞ് അതൊരു 6 മാസത്തിൽ കൂടുതലായി കാണും, ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. അച്ഛൻ അവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്ന പേര് കിഴക്ക് വശത്ത് താമസിക്കുന്നത് ആ അമ്മ വന്ന് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്. കാരണം അച്ഛനും ഞങ്ങളും കൂടെ 2 വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല, എന്ത് സംഭവിച്ചു, എന്തിനാ അടിച്ച ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെട്ട ദിനേശിന്റെ മകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രഘുനാഥ് നാരായണന്റെ വിവരങ്ങളുമായിട്ട്. രഘു, എങ്ങനെയാണ് കിരണിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്? നിലവിൽ അവിടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പൂർണ്ണമായോ? പക്ഷേ തെളിവെടുപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കിരണിന്റെ വീട്ടിലാണ് പ്രതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത്. വീടിനുള്ളിൽ വെച്ച് ദിനേശിനെ ഷോക്കടിപ്പിച്ച് കൊന്നു എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഷോക്കടിപ്പിച്ചത്, എവിടെ മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ടെടുക്കുകയാണ്, അത്തരം കാര്യങ്ങളൊക്കെ പ്രതിയോട് ചോദിച്ചറിയുകയാണ്. ഈ ദൃശ്യത്തിൽ നിന്ന് ഇപ്പോൾ കാണുന്നതാണ് ദിനേശിന്റെ വീട്. എന്നാൽ മകൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായി ദിനേശിന് ഇവിടെ ആയിരുന്നില്ല താമസിക്കുന്നത്. ഇതിന് സമീപത്തെ ചെറിയ ലോഡ്ജുകളിലൊക്കെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്താണ് കിരണിന്റെ വീട്. ആ വീട്ടിലും അതിനപ്പുറത്തെ വീട്ടിലും അല്ലെങ്കിൽ ഈ വീട്ടിലുമൊക്കെ ദിനേശൻ സ്ഥിരമായിട്ട് എത്തുമായിരുന്നു. പക്ഷേ വീട്ടുകാരുമായിട്ട് അത്ര വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. ഈ ദിനേശൻ കിരണിന്റെ വീട്ടിലെത്തുന്നതിനെ കിരൺ പലപ്പോഴും ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ച് മകൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 6 മാസം മുമ്പ് വലിയ തർക്കമുണ്ടാവുകയും അടിയുണ്ടാവുകയും ദിനേശനെ കിരണും മറ്റാരൊക്കെയോ ചേർന്ന് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും പോലീസ് കേസ് ആയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നുകിൽ വെള്ളിയാഴ്ച രാത്രിയിൽ ദിനേശിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇതാണ് കിരണിന്റെ വീട്. ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇതിനുള്ളിൽ വെച്ച് ഷോക്ക് അടിപ്പിച്ച് കൊന്നതിന് ശേഷം ഈ വീടിന്റെ അല്പം കിഴക്കോട്ട് മാറിയുള്ള ഒഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കൊണ്ട് തള്ളുകയായിരുന്നു. അവിടെ കളിക്കാൻ പോയ കുട്ടികളാണ് ആദ്യമേ ദിനേശിന്റെ മൃതദേഹം കണ്ടതെന്നാൽ വെള്ളമടിച്ച് കിടക്കുകയാണ് എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളൊന്നും അത് ശ്രദ്ധിച്ചില്ല. വൈകുന്നേരമായിട്ടും ആ ദിനേശിനെ എഴുന്നേക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരെത്തി അയാളെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടത്തിൽ വൈദ്യുതാഘാതമേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പുന്നപ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആദ്യം തന്നെ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ആ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ നടത്തിയ അന്വേഷണമാണ് കിരണിലേക്ക് എത്തിയതും പ്രതിയുമായി ഉച്ചയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ചെമ്പ് കമ്പി ഉൾപ്പെടെയുള്ളത് കണ്ടെത്താൻ വേണ്ടി വീടിന് എതിർവശത്തായിട്ട് കുറ്റിക്കാട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നിലവിൽ പ്രതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വീടിനകത്താണുള്ളത്. പ്രധാനമായും എങ്ങനെയാണ് കൊന്നത്, അതായത് വൈദ്യുതി ആഘാതം ഏൽപ്പിച്ചത് എങ്ങനെയാണ്, മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ടെടുക്കുകയായിരുന്നു അതോ മറ്റേതെങ്കിലും രീതിയിലൊക്കെയാണോ ചെയ്തത്? കാരണം ഈ കിരൺ ഇലക്ട്രീഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇതിൽ അല്പം സാങ്കേതിക വിദ്യയൊക്കെ അറിയുകയും ചെയ്യാം. എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കിരണിനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാകും ഇയാളുടെ മാതാപിതാക്കളെ കേസിൽ പ്രതി ചേർക്കണോ എന്നതിനെക്കുറിച്ച് പോലീസ് തീരുമാനിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകുന്നത്. കിരണുമായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഷോക്ക് അടിപ്പിച്ചാണ് കിരൺ ദിനേശിനെ കൊലപ്പെടുത്തിയത്.